ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വഴുതനങ്ങ കൊണ്ടുള്ളൊരു വഴുതനങ്ങ പുളിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യമായി തന്നെ വേണ്ടത് നമ്മുടെ വഴുതനങ്ങയാണ്. ഞാനിവിടെ വയലറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ ആണെങ്കിലും എടുക്കാം കേട്ടോ. ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഈ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇതൊന്ന് കുറച്ച് നേരം ഇട്ട് വെക്കണം കേട്ടോ. ഇതിലൊരു കറയുണ്ടാവും. ആ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുന്നത്. ശേഷം ആവശ്യമായിട്ടുള്ളൊരു പാൻ എടുക്കുക. പാനിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. ശേഷം കടുക് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക കേട്ടോ. ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ, കായം പൊടിയായിട്ട് തന്നെ ചേർക്കാൻ നോക്കുക കേട്ടോ. കട്ടയായിട്ടുള്ള ഇത് ഇട്ട് കൊടുക്കാതെ പൊടിയായിട്ട് തന്നെ ഉള്ളത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ കായപ്പൊടിയും കൂടി ഇട്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിച്ചണിൽ കിട്ടുന്നത്. ഒരു പ്രത്യേക ഒരു വാസനയാണ് കേട്ടോ. ശേഷം ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയാണ് കേട്ടോ. ആ വഴുതനങ്ങ കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് പെട്ടെന്ന് ബാക്കിയും കൂടെ വഴന്ന് കിട്ടും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് അതിൽ കിടന്ന് അതൊന്ന് ചുങ്ങി വരണം നമ്മുടെ വഴുതനങ്ങ. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു സവാള പോലും ഇട്ട് കൊടുക്കാതെ അത്രയുമേ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ് കേട്ടോ നമ്മുടെ വഴുതനങ്ങ പുളി. ആരും മിസ് ചെയ്യരുത്. കാരണം പെട്ടെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിലും വീട്ടിലൊട്ടും കറിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണിത്. അത് ഏകദേശം വഴന്നു വന്നു നമ്മുടെ വഴുതനങ്ങ. ശേഷം അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ നമുക്ക് പൊടികൾ ഇതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ. വേറെ കൂടുതൽ മസാലകളോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആദ്യം നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു. ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം പൊടികൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് ഹൈ ഫ്ലെയിമിലിടുമ്പോൾ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഈ പൊടികളുടെ പച്ച ആ ഒരു ചുവയും ഒരു മണമൊക്കെ നന്നായിട്ട് മാറി വരണ വരെ നല്ല രീതിക്ക് നമ്മളിതൊന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വഴുതനങ്ങ കൊണ്ട് മെഴുക്കുവരട്ടിയും അല്ലാത്ത കറികളൊക്കെ കൂട്ടി മടുത്തവരാണെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നും ഒരേ ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആകുമ്പോൾ വീട്ടിലുള്ളവർക്കും കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഏകദേശം പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ വാളൻ പുളി ഉണ്ടല്ലോ, ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളൻ പുളി എടുത്ത് നമ്മൾ ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടുക. ശേഷം ആ പുളി വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ വേറെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ആ വഴുതനങ്ങ ആ വെള്ളത്തിൽ കിടന്നങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ദേ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് അതിൽ കിടന്നൊന്ന് തിളയ്ക്കണം കേട്ടോ. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് നമ്മുടെ വഴുതനങ്ങ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലാസ്റ്റായിട്ട് കുറച്ച് ശർക്കരയാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ ആ പുളിയും എരിവൊക്കെ ഒന്ന് പാകമായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ശർക്കരയാണ് ഒന്നും കൂടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മധുരം മുമ്പിൽ വെക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാ ടേസ്റ്റും കൂടെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാനാണ് ലാസ്റ്റ് നമ്മൾ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് കറി ഒന്ന് കുറുകി വരണം. നിങ്ങൾക്ക് നല്ല രീതിക്ക് ചാറ് വേണമെങ്കിൽ അങ്ങനെ ആവാം. ഇവിടെ ഞാൻ കുറച്ചൊന്ന് തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം ഇവിടെ, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്, ചെറിയൊരു മധുരവും നല്ല പുളിയും എരിവൊക്കെ ആയിട്ട് നല്ല ചൊടിയുള്ളൊരു കറിയാണ് കേട്ടോ നമ്മുടെ വഴുതനങ്ങ പുളി എന്ന് പറയുന്നത്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള വിഭവമായിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്തതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത്. നമുക്ക് ഉച്ചയ്ക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് കാലിയായി പോകും. കാരണം നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ.
അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണും വരയ്ക്കും ബൈ.